ഇംപീച്ച്മെന്റിന് വിധേയനായ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സോക് യോളിനെ അറസ്റ്റ് ചെയ്ത് സംയുക്ത അന്വേഷണ സംഘം മണിക്കൂറുകൾ നീണ്ട സംഘർഷാവസ്ഥയ്ക്ക് ശേഷമാണ് യൂനിനെ അറസ്റ്റ് ചെയ്തത്. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനായി അറസ്റ്റിനോട് സഹകരിച്ചെന്ന യൂൻ ദക്ഷിണ കൊറിയൻ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്നയാൾ അറസ്റ്റിലാകുന്നത്. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ അന്വേഷണവുമായി സഹകരിക്കുന്നുവെന്നാണ് അറസ്റ്റിന് പിന്നാലെ പുറത്തിറക്കിയ റെക്കോർഡഡ് വീഡിയോയിൽ യൂൻ പറയുന്നത്. അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ മുൻപേ തീരുമാനിച്ചിരുന്നു. എന്നാൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും യൂൻ പ്രതികരിച്ചു. ബുധനാഴ്ച രാവിലെയാണ് അറസ്റ്റ് നടപടികൾക്കായി അന്വേഷണ സംഘം പ്രസിഡന്റിന്റെ വസതിയിലേക്ക് എത്തിയത്. തുടർന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടസ്സം സൃഷ്ടിച്ചതോടെ അന്വേഷണ സംഘം ബലം പ്രയോഗിച്ച് പ്രസിഡന്റിന്റെ വസതിയിലേക്ക് കടന്നുവെന്നാണ് പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ. അന്വേഷണ സംഘത്തെ തടയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. സംഘത്തിനൊപ്പം 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രസിഡന്റ് വസതിക്ക് പുറത്ത് സുരക്ഷയൊരുക്കിയത്. തുടർന്ന് യൂനുമായി പുറപ്പെട്ട വാഹനവ്യൂഹം അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതോടെ പ്രസിഡന്റ് പദവിയിലിരിക്കെ രാജ്യത്ത് അറസ്റ്റിലാകുന്ന ആദ്യ വ്യക്തിയായി യൂൻ സോക് യോൾ. യൂനിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ 48 മണിക്കൂർ മാത്രമാണുള്ളത്. കസ്റ്റഡി നീട്ടിക്കിട്ടണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പുതിയ വാറന്റിന് അപേക്ഷിക്കേണ്ടി വരും. അതേസമയം അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും പൊതുജനങ്ങൾക്ക് മുന്നിൽ യൂനിനെ അപമാനിക്കാനാണ് ശ്രമമെന്നും യൂനിന്റെ അഭിഭാഷകർ പ്രതികരിച്ചു. ദക്ഷിണ കൊറിയയിൽ ഡിസംബർ 3-നാണ് പ്രസിഡന്റ് യൂൻ സോക് യോൾ പട്ടാള നിയമം അടിച്ചേൽപ്പിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് രാജ്യത്തുടനീളം വലിയ പ്രതിഷേധമാണ് ഉടലെടുത്തത്. 6 മണിക്കൂറിന് ശേഷം യൂൻ പട്ടാള നിയമം പിൻവലിച്ചെങ്കിലും പിന്നീട് പദവിയിൽ നിന്നും ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ടു. ഈ നടപടി ഭരണഘടനാ കോടതിയുടെ പരിഗണനയിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.